കേരള ചരിത്രത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സിലബസ് വൈസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് യൂറോപ്യന്മാരുടെ ആഗമനം അതിനെക്കുറിച്ചായിരുന്നു. അത് ചാനലിൽ പ്ലേലിസ്റ്റിൽ കേരള ചരിത്രം എന്ന പ്ലേലിസ്റ്റിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ രണ്ടാമത്തെ ക്ലാസ് കാണാവൂ. കാരണം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സെക്കൻഡ് പാർട്ടാണിത്. അതായത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാരുടെ വരവിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പോർച്ചുഗീസുകാരുടെ വരവിൽ ഉൾപ്പെടുത്താനുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാവൂ. ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് നോട്ട്സുകൾ വായിക്കാം. ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ നോട്ട്സുകൾ വായിക്കാവൂ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇപ്പം പോർച്ചുഗീസ് സ്വാധീനം ഇന്ത്യയിൽ, അതിനെക്കുറിച്ചാണ് ഇന്ന് നോക്കുന്നത്. കോട്ടകൾ നിർമ്മിക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ വ്യാപകമായത് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ്. ഗൃഹനിർമ്മാണത്തിലും പള്ളി നിർമ്മാണത്തിലും യൂറോപ്യൻ മാതൃക ഇവിടെ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല 1556 ഗോവയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ലോകത്തിൽ ആദ്യമായി അച്ചടി ആരംഭിച്ച രാജ്യം ചൈനയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല 1556 ഗോവയിൽ സ്ഥാപിച്ചു. ആരാണ്? പോർച്ചുഗീസുകാർ. ലോകത്തിൽ ആദ്യമായി അച്ചടി ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പം അത് ഓർത്തിരിക്കണം. ഇനി ലോകത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ വർത്തമാന പത്രം എന്ന് പറയുന്നത് പീക്കിംഗ് ഗസറ്റാണ്. വെറുതെ ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് അറിഞ്ഞിരുന്നാൽ മതി. ലോകത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ വർത്തമാന പത്രം പീക്കിംഗ് ഗസറ്റ്. അച്ചടി യന്ത്രത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥമാണ് നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളാണ് അച്ചടി യന്ത്രത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം. മലയാളം ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. 1678 വർഷം 1678. ആദ്യ പുസ്തകം മലയാളം ലിപിയാണ്. മലയാളം ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് തയ്യാറാക്കിയത് ഡച്ച് അഡ്മിറലായ ഹെൻറി വാൻഡ്രീഡിൻ്റെ നേതൃത്വത്തിലാണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ്? ഡച്ച് അഡ്മിറലായ ഹെൻറി വാൻഡ്രീഡിൻ്റെ നേതൃത്വത്തിൽ. മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് ക്ലെമന്റ് പിയാനിയൂസ് പാതിരിയുടെ സംക്ഷേപ വേദാർത്ഥം. അതിൻ്റെ വർഷം 1772. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട കൊച്ചിയിലെ മാനുവൽ കോട്ട. അതാണ് നമ്മളന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് ആ കോട്ട അറിയപ്പെടുന്നത്? വൈപ്പിൻ കോട്ട, ആയക്കോട്ട, ആഴിക്കോട്ട, പള്ളിപ്പുറം കോട്ട എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതാണ് ഈ മാനുവൽ കോട്ട എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഇനി അതിൻ്റെ ഈ പള്ളിപ്പുറം കോട്ട, അതായത് ആഴിക്കോട്ട, ആയക്കോട്ട, വൈപ്പിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മാനുവൽ കോട്ട, അത് യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ടയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? അത് പള്ളിപ്പുറം കോട്ടയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂള് കൊച്ചിയിൽ സ്ഥാപിച്ചു. അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ അത് സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതും ഈ പോർച്ചുഗീസുകാരാണ്. ഇനി പോർച്ചുഗീസുകാരിൽ നിന്നും മലയാള ഭാഷ സ്വീകരിച്ചത് കുറച്ച് പദങ്ങളുണ്ട്. മലയാള ഭാഷയെ കുറച്ച് പദങ്ങൾ സ്വീകരിച്ചത് പോർച്ചുഗീസുകളിൽ നിന്നുമാണ്. ഏതൊക്കെയാണ് ആ പദങ്ങളെന്ന് നമുക്ക് നോക്കാം. മേശ, കസേര, ബെഞ്ച്, വാതിൽ, വരാന്ത, കുശിനി, റാന്തൽ, വിജാഗിരി, ലേലം, കുമ്പസാരം, അൾത്താര, അലമാര, സെമിത്തേരി, കപ്പിത്താൻ, പറങ്കി, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് മലയാള പദങ്ങളുണ്ട്. ഇതെല്ലാം പോർച്ചുഗീസുകാരിൽ നിന്നുമാണ് നമ്മൾ ഈ പദങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ പോർച്ചുഗീസുകാർ 1555 കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവ് വീരകേരള
വർമ്മയ്ക്ക് പണിതു കൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം എന്ന് പറയുന്നത്. എന്നാണ് 1555 പോർച്ചുഗീസുകാരാണ് ഈ മട്ടാഞ്ചേരി കൊട്ടാരം കൊച്ചി രാജാവ് വീരകേരളവർമ്മയ്ക്ക് പണിതു കൊടുത്തത്. പക്ഷേ ഇത് ഡച്ചുകാർ വന്നപ്പോൾ അതെന്ത് ചെയ്തു? അത് പുതുക്കി പണിതു. അപ്പോൾ അതിന് ഇപ്പോൾ ഡച്ച് കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. പുതുക്കി പണിത് ഡച്ചുകാരാണത് പുതുക്കി പണിതത്. അതുകൊണ്ട് അതിനെ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അത് പണിതത് ആരാണ്? ഈ മട്ടാഞ്ചേരി കൊട്ടാരം അത് പണിതത് പോർച്ചുഗീസുകാരാണ്. പുതുക്കി പണിതതാണ് ഡച്ചുകാർ. അതുകൊണ്ടാണ് അതിനെ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നത്. ഈ മട്ടാഞ്ചേരിയിൽ ആദ്യ ജൂതപ്പള്ളി സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. അത് 1567 ഈ കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളിയാണ് ഈ മട്ടാഞ്ചേരി ജൂതപ്പള്ളി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യ ആരാധനാലയമാണ് ഈ മട്ടാഞ്ചേരി ജൂതപ്പള്ളി. അപ്പോൾ ഈ മട്ടാഞ്ചേരി ജൂതപ്പള്ളിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ്? മട്ടാഞ്ചേരിയിൽ ആദ്യ ജൂതപ്പള്ളി സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് 1567. അതേപോലെ കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളിയാണ് ഈ മട്ടാഞ്ചേരി ജൂതപ്പള്ളി. ഇനി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആരാധനാലയമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി. ഇനി അതുപോലെ ഈ കാർഷികോൽപ്പന്നങ്ങളായ മുളക്, പപ്പായ, പൈനാപ്പിൾ, കശുവണ്ടി, പേരയ്ക്ക, പുകയില, മരച്ചീനി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും ഈ പോർച്ചുഗീസുകാരാണ്. ഇനി ഈ പോർച്ചുഗീസുകാരുടെ ആ കാലഘട്ടത്തിൽ നടന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഉദയംപേരൂർ സുന്നഹദോസ്. എന്താണ്? 1599 നടന്നതാണ് ഉദയംപേരൂർ സുന്നഹദോസ്. എന്താണിത്? 1599 ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സസ് ഡി മെനസിസിൻ്റെ അധ്യക്ഷതയിൽ ഉദയംപേരൂർ മർത്തമറിയം പള്ളിയിൽ വെച്ച് നടന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പുണിത്തറയിലാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. ഈ സമ്മേളനത്തിന് ശേഷം കേരളത്തിലെ ക്രൈസ്തവ സഭ, അതായത് സുറിയാനി സഭ, ബാബിലോണിയൻ പാത്രിയാർക്കീസിൻ്റെ ആധിപത്യത്തിൽ നിന്നും റോമിലെ പോപ്പിൻ്റെ ആധിപത്യത്തിലായി. ഇതാണ് ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത്. ഇത് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വർഷം 1599. ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സസ് ഡി മെനസിസിൻ്റെ അധ്യക്ഷതയിൽ ഉദയംപേരൂർ മർത്തമറിയം പള്ളിയിൽ വെച്ച് നടന്ന ചരിത്ര പ്രസിദ്ധമായൊരു സമ്മേളനം. അതായത് ഇത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ റോമൻ സഭയുടെ, അതായത് പോപ്പ് എന്ന് പറയത്തില്ലേ, അതാണ് റോമൻ സഭയുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് പോർച്ചുഗീസുകാരുടെ താല്പര്യപ്രകാരം സംഘടിപ്പിച്ചതാണ് ഈ ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ മറ്റൊന്നാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ. അത് 1653 നടന്നത്. ഏതാണ്? കൂനൻ കുരിശ് പ്രതിജ്ഞ. 1653 കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ വ്യക്തമായ പിളർപ്പുണ്ടാക്കിയതാണ് ഈ കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്നത്. ബാബിലോണിയയിൽ നിന്ന് വന്ന സുറിയാനി ബിഷപ്പായ അഹുല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചതിൽ പ്രകോപിതരായ സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരി പള്ളിയിൽ ഒത്തുകൂടി അവിടുത്തെ പഴയ കുരിശിൽ, അതാണ് കൂനൻ കുരിശ്, ആ കുരിശിൽ പിടിച്ചു പോർച്ചുഗീസുകാരെയും ലത്തീൻ ബിഷപ്പുമാരെയും ഇനിമേൽ അനുസരിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്തു. ഇതാണ് കൂനൻ കുരിശ് സത്യമെന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പോർച്ചുഗീസ് അവരുടെ സ്വന്തം ബിഷപ്പുമാർ, അതായത് പോർച്ചുഗീസ് അവരുടെ സ്വന്തം ബിഷപ്പുമാരെന്ന് പറയുന്നത് പാട്രിയാർക്കിയൻ ബിഷപ്പാണ്. അവരുടെ ഈ സ്വന്തം ബിഷപ്പുമാരായ പാട്രിയാർക്കിയൻ ബിഷപ്പിനെ അനുവദിക്കുന്നതിന് പകരം യൂറോപ്യന്മാരായ ലത്തീൻ ബിഷപ്പുമാരെ അനുവദിച്ചു. അതിൽ പ്രതിഷേധിച്ച് മട്ടാഞ്ചേരി പഴയ കുരിശിൻ്റെ മുൻപിൽ, അതാണ് ഈ എന്ന് പറയുന്നത്, ഈ കൂനൻ കുരിശെന്ന് പറയുന്നത്, ആ കുരിശിൻ്റെ, അതായത് കൂനൻ കുരിശിൻ്റെ മുൻപിൽ എന്ത് ചെയ്തു? സുറിയാനി ക്രിസ്ത്യാനികൾ ഒത്തുകൂടി ലത്തീൻ ആർച്ച് ബിഷപ്പുമാരെയും ജസ്യൂട്ട് പുരോഹിതന്മാരെയും തങ്ങൾ ഒരിക്കലും അനുസരിക്കുകയില്ല എന്ന പ്രതിജ്ഞയെടുത്തു. ഇതാണ് കൂനൻ കുരിശ് സത്യമെന്ന് പറയുന്നത്. എന്തായിരുന്നു പ്രധാന കാര്യം എന്ന് പറയുന്നത്? കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പോർച്ചുഗീസുകാർ അവരുടെ സ്വന്തം ബിഷപ്പുമാരെ, അതായത് പാട്രിയാർക്കിയൻ ബിഷപ്പ്, അവരെ അനുവദിക്കുന്നതിന് പകരം
യൂറോപ്യന്മാരായ ലത്തീൻ ബിഷപ്പുമാരെ അനുവദിച്ചു. അതായിരുന്നു അവരുടെ ആ പ്രതിഷേധത്തിന് കാരണം എന്ന് പറയുന്നത്. അതാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ. ഉദയംപെരൂർ സുന്നഹദോസ് കൂനൻ കുരിശ് പ്രതിജ്ഞ. ഇനി ഇവിടെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത്. ആരാണ് ഈ കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത്? അതായത് കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരെയാണ് കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത്. എന്താണ്? കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാർ, അവരെ അറിയപ്പെടുന്നതാണ് കുഞ്ഞാലി മരക്കാർ. പ്രധാനമായും 4 കുഞ്ഞാലി മരക്കാർമാരാണുള്ളത്. കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, കുഞ്ഞാലി മൂന്നാമൻ, കുഞ്ഞാലി നാലാമൻ. അത് കോഴിക്കോട് ജില്ലയിലെ കോട്ടയ്ക്കലായിരുന്നു ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ കോട്ടയ്ക്കലായിരുന്നു. 1502 മുതൽ 1600 വരെ പ്രധാനമായും 4 കുഞ്ഞാലിമാരാണ് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാനായിട്ട് സാമൂതിരിയോടൊപ്പം ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞാലി മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. ഈ ചരിത്രത്തിൽ 4 കുഞ്ഞാലിമാരാണ് പ്രസിദ്ധരായിട്ടുള്ളത്. ഇതിൽ കുഞ്ഞാലി രണ്ടാമനും നാലാമനുമായിരുന്നു ശക്തന്മാർ എന്നറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെ പടപൊരുതുന്നതിൽ കുഞ്ഞാലിമാർ പ്രദർശിപ്പിച്ച അസാധാരണ ധീരതയും ത്യാഗവുമാണ് അവരെ ചരിത്ര പ്രസിദ്ധരാക്കിയത്. ഇനി നമുക്ക് കുഞ്ഞാലി ഒന്നാമനെ കുറിച്ച് നോക്കാം. കുഞ്ഞാലി ഒന്നാമൻ എന്ന് പറയുന്നത് ഒളിപ്പോർ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് കുട്ടിയലി എന്ന സമര തന്ത്രജ്ഞനായിരുന്നു. അതായത് കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, അവർ ഈ പറയുന്നതിൽ രണ്ടാമനും കുഞ്ഞാലി രണ്ടാമനും നാലാമനുമായിരുന്നു ശക്തർ എന്ന് പറയുന്നത്. ഈ ഒന്നാമനും മൂന്നാമനും അത്ര വലിയ ശക്തന്മാരൊന്നും അല്ലായിരുന്നു. ഈ രണ്ടാമനും നാലാമനുമായിരുന്നു അധികമായിട്ടുള്ള ശക്തന്മാരെന്ന് പറയുന്നത്. കുഞ്ഞാലി രണ്ടാമനെ കുറിച്ച് നമുക്ക് നോക്കാം. 1531 കുട്ടിയലി വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ കുഞ്ഞാലി രണ്ടാമൻ സാമൂതിരിയുടെ നാവികസേനയുടെ നേതൃത്വം ഏറ്റെടുത്തു. ഈ കുഞ്ഞാലി എന്നൊക്കെ പറയുന്നത് അവരുടെ പേരല്ല കേട്ടോ, അവരുടെ ഒരു സ്ഥാനമാണ് ഈ കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, കുഞ്ഞാലി മൂന്നാമൻ, കുഞ്ഞാലി നാലാമൻ എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു സ്ഥാന പേരാണത്. ഒരിക്കലും കുഞ്ഞാലി എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരല്ല. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഈ കുഞ്ഞാലി രണ്ടാമൻ ഇന്ത്യൻ തീരത്ത് ആദ്യ നാവികസേന രൂപീകരിച്ചത് ഈ കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. എന്താണ്? ഇന്ത്യൻ തീരത്ത് ആദ്യ നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. 1569 കുഞ്ഞാലി രണ്ടാമനെ പോർച്ചുഗീസുകാർ തടവിലാക്കി. അപ്പോൾ എന്ത് ചെയ്തു? ഈ കുഞ്ഞാലി രണ്ടാമനെ തുടർന്ന് ഈ രണ്ടാമൻ എന്തായാലും പോർച്ചുഗീസ് തടവിലാക്കി. അതിന് ശേഷം വന്നതാണ് ഈ കുഞ്ഞാലി മൂന്നാമൻ എന്ന് പറയുന്നത്. ഈ കുഞ്ഞാലി മൂന്നാമനെ അറിയപ്പെടുന്ന പേര് പട്ടുമരക്കാർ, പടൈമരക്കാർ എന്നൊക്കെയാണ് ഈ കുഞ്ഞാലി മൂന്നാമനെ അറിയപ്പെട്ടിരുന്നത്. എന്തൊക്കെ പേരുകളായിട്ടാണ് കുഞ്ഞാലി മൂന്നാമൻ അറിയപ്പെട്ടിരുന്നത്? പട്ടുമരക്കാർ, പടൈമരക്കാർ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഈ 1571 പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ആ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു ഈ ചാലിയം കോട്ട എന്ന് പറയുന്നത്. അതായത് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി ബേപ്പൂർ പുഴയുടെ തീരത്ത് 1530 പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് ഈ ചാലിയം കോട്ട എന്ന് പറയുന്നത്. ഈ സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ഈ ചാലിയം കോട്ട അറിയപ്പെടുന്നത്. എന്താണ്? സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ചാലിയം കോട്ട അറിയപ്പെട്ടിരുന്നത്. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരായിരുന്നു? കുൻഹ. എന്താണ് പേര്? കുൻഹ എന്നതായിരുന്നു ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറുടെ പേര്. കുഞ്ഞാലി മൂന്നാമന്റെ സേവനത്തെ മാനിച്ച് പുതുപ്പണത്ത് ഒരു കോട്ട കെട്ടുവാനുള്ള അവകാശം സാമൂതിരി കുഞ്ഞാലിക്ക് നൽകി. വടകരയ്ക്കടുത്ത് കോട്ടയ്ക്കൽ നിർമ്മിച്ച പുതുപ്പണം കോട്ട മരക്കാർ കുടുംബത്തിന്റെ ആസ്ഥാനമായി തീർന്നു. ഇതാണ് കുഞ്ഞാലി മൂന്നാമനെ കുറിച്ചുള്ള കാര്യം. ഈ കുഞ്ഞാലി നാലാമനുണ്ട്. നേരത്തെ പറഞ്ഞു കുഞ്ഞാലി രണ്ടാമനും കുഞ്ഞാലി നാലാമനുമായിരുന്നു ഏറ്റവും ശക്തരായ ആൾക്കാരെന്ന് പറയുന്നത്. കുഞ്ഞാലി മരക്കാർമാരിൽ ഏറ്റവും ശക്തർ എന്ന് പറയുന്നത് കുഞ്ഞാലി രണ്ടാമനും കുഞ്ഞാലി നാലാമനുമാണ്. ഈ കുഞ്ഞാലി നാലാമൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കുഞ്ഞാലി മൂന്നാമനെ അറബിക്കടലിന്റെ സിംഹമെന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഓർത്തിരിക്കുക. കുഞ്ഞാലി മൂന്നാമനെ അറബിക്കടലിന്റെ സിംഹമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി കുഞ്ഞാലി നാലാമനെ
അറിയപ്പെടുന്നതാണ്. മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നീ ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ച ആളാണ് ഈ കുഞ്ഞാലി നാലാമൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നിങ്ങനെയുള്ള ബിരുദങ്ങൾ അദ്ദേഹം സ്വയം സ്വീകരിച്ചതാണ്. 1595 കുഞ്ഞാലി മൂന്നാമൻ്റെ മരണത്തിന് ശേഷം അനന്തരവനായ അഹമ്മദ് കുഞ്ഞാലി നാലാമനെ സ്ഥാനമേറ്റു. കുഞ്ഞാലി നാലാമൻ വരുന്നത് എങ്ങനെയാണ്? കുഞ്ഞാലി മൂന്നാമൻ്റെ മരണശേഷമാണ്. മരണശേഷം അനന്തരവനാണ് അഹമ്മദ്. ഈ കുഞ്ഞാലി നാലാമൻ്റെ പേരെന്ന് പറയുന്നത് അഹമ്മദ് എന്നാണ്. ഈ അഹമ്മദാണ് കുഞ്ഞാലി നാലാമനായിട്ട് സ്ഥാനമേറ്റത്. പോർച്ചുഗീസുകാർക്ക് സാമൂതിരി കണക്കറ്റ ആനുകൂല്യങ്ങൾ നൽകിയപ്പോൾ കുഞ്ഞാലി അതിനെ എതിർത്തിരുന്നു. 1600 പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ ഗോവയിൽ വെച്ച് വധിക്കുകയും തല കൊണ്ടുവന്ന് കണ്ണൂരിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു ഈ പോർച്ചുഗീസുകാർക്ക് ഈ കുഞ്ഞാലി നാലാമനോട്. കാരണം എന്താണ്? പോർച്ചുഗീസുകാർക്ക് സാമൂതിരി കണക്കറ്റ ആനുകൂല്യങ്ങൾ നൽകിയതെല്ലാം ഈ കുഞ്ഞാലി അതിനെ എതിർത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർക്ക് കുഞ്ഞാലിയോട് വളരെയധികം ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഗോവയിൽ വെച്ച് വധിച്ചതിന് ശേഷം എന്ത് ചെയ്തു? തല കൊണ്ടുവന്ന് കണ്ണൂരിൽ പ്രദർശിപ്പിച്ചു. അത്രയും ക്രൂരതയാണ് കുഞ്ഞാലി നാലാമനോട് കാണിച്ചത്. ഇതാണ് പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള നമ്മൾ ഏകദേശം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിൻ്റെ നോട്ട്സ് എല്ലാം ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആ PDF രൂപത്തിലാണ് എല്ലാ നോട്ട്സുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നോക്കി പഠിക്കുക. ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം.